പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. അനുസ്മരണ സമ്മേളനം ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് ഉദ്ഘാടനം ചെയ്തു. ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TV ചാർലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ വിജയൻ ഇളയടത്ത്, ജോസഫ് ചാക്കോ, സുജ സഞ്ജീവ് കുമാർ, അസറുദ്ദീൻ കളക്കാട്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ KM ധർമ്മരാജൻ, സിജു യോഹന്നാൻ, ശ്രീറാം ജയബാലൻ, MS ദാസൻ, ബിജു പോൾ അക്കരക്കാരൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത്ത് എന്നിവർ പങ്കെടുത്തു. അന്തർദേശീയ തലത്തിൽ ഒരുപക്ഷെ എല്ലാ ലോകരാജ്യങ്ങളുടെ ഭരണാധികാരികളും ഭയത്തോടും ബഹുമാനത്തോടും അതിലേറെ വിശ്വാസത്തോടും കൂടി കണ്ട ഏക ഭരണാധികാരിയായിരുന്നു ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി അധികാരം ഏറ്റെടുത്തതിന് ശേഷമാണ് വിപ്ലവകരമായ ഒരുപാട് നടപടികൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. ബാങ്ക് ദേശസാൽക്കരണം തുടങ്ങി ഒരുപാട് പുരോഗമനപരമായ നടപടികൾക്ക് തുടക്കം കുറിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ഒരു ഭരണാധികാരി ഇല്ലാത്തതിൻ്റെ കുറവ് നമ്മൾ അനുഭവിക്കുന്നത്. അത് ഏത് കാര്യത്തിലായിരുന്നാലും, ജനാധിപത്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, മതേതരത്വത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, ഇന്ത്യയുടെ പുരോഗതിയുടെ കാര്യത്തിലായിരുന്നാലും, ഏത് കാര്യത്തിലായിരുന്നാലും ജനങ്ങളെ എല്ലാം ഒന്നായി കണ്ട് ഒരുപോലെ കണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന ഒരു ഭരണാധികാരി നമുക്കിന്ന് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ